എവ്രിവൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഓണമൊക്കെ ആണല്ലോ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആണല്ലോ നമ്മളെല്ലാവരും പുതിയ ടി വി എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 32 ഇഞ്ച് ടി വി സൈസ് മുതൽ അറൗണ്ട് 65 ഇഞ്ച് ടി വി സൈസ് വരെയുള്ള ടി വികളിൽ ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള 1, 2, 3 റാങ്കിങ് ചെയ്തിട്ടുള്ള ടി വികളാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ 32 ഇഞ്ച് മുതൽ ഒരു 43 ഇഞ്ച് വരെയുള്ള ടി വി സൈസസ് ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 32 ഇഞ്ചിൽ ഏതൊക്കെയാണ് 1, 2, 3 പ്രൈസ് റേഞ്ചിൽ 32 ഇഞ്ച് ടി വികളും ഒരു 40 ഇഞ്ച് ടി വിയും നോക്കും. പിന്നെ അതിനുശേഷം നമ്മൾ 43 ഇഞ്ച് ടി വിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 43 ഇഞ്ച് ടി വിയിൽ തന്നെ 2 പ്രൈസ് റേഞ്ചിൽ നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് 20,000 മുതൽ 30,000 രൂപ വരെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 43 ഇഞ്ച് ടി വി ഏതാണ് വാങ്ങാൻ പറ്റുക, 1, 2, 3. പിന്നെ അതേപോലെ തന്നെ 31,000 മുതൽ 60,000 രൂപ വരെ 31,000 to 60,000 റുപ്പീസ് വരെയുള്ള 43 ഇഞ്ച് ഏതാണ് ബെസ്റ്റ് ടി വി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങൾ കുറേ ആൾക്കാർ ചിലപ്പോൾ 50 ഇഞ്ചും 55 ഇഞ്ചും 65 ഇഞ്ച് ടി വിയും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. ഡെഫിനറ്റ്ലി 30,000 മുതലേ ടി വികൾ 50 ഇഞ്ച് സ്റ്റാർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ അതും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടി വി ബ്രാൻഡുകളാണ് കമ്പയർ ചെയ്യുന്നത്. LG, സോണി, സാംസങ്, TCL, ഹൈസെൻസ്, ഷയോമി, അങ്ങനത്തെ കുറച്ച് റെപ്യൂട്ടഡ് ബ്രാൻഡ്സാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഇതിൽ അവോയ്ഡ് ചെയ്തിരിക്കുന്ന ബ്രാൻഡുകൾ ഐഫാൽക്കൺ, ഇംപെക്സ്, ഹൈം, ഹയർ, വീഡിയോകോൺ, പിന്നെ BPL, ബ്ലോപങ്ത്, എയ്സർ, ഇങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഈ കമ്പാരിസണിൽ. എനിക്ക് കുറേ കമൻറ്റ്സ് എൻ്റെ പഴയ നമ്മൾ 2-3 ടി വി വീഡിയോസൊക്കെ ചെയ്തതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു പല ടി വികളെയും പറ്റിയിട്ട്, ഇതേപോലെ ചെറിയ ബ്രാൻഡുകളെ പറ്റിയിട്ട്. ഇത്ര പ്രൈസ് കുറഞ്ഞിട്ട് ഉള്ളതാണ് നിങ്ങൾക്ക് അതിൽ അട്രാക്ഷൻ എങ്കിൽ ഡെഫിനറ്റ്ലി പാനൽ സൈസും അതിൻ്റെ ക്വാളിറ്റിയും ഡെഫിനറ്റ്ലി അതിൽ കോംപ്രമൈസ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ സർവീസ് പാർട്സും അവൈലബിലിറ്റിയും സർവീസും അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ പ്രൈസ് മാത്രം നോക്കിയാൽ പോരാ. 4 കൊല്ലം കഴിയുമ്പോൾ എന്തെങ്കിലും പാർട്സ് അവൈലബിലിറ്റി ഇഷ്യൂ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ റിലയബിലിറ്റിയോ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല ചില ബ്രാൻഡ്സുകൾ, ഇപ്പോൾ ഏസറിൻ്റെ ടി വി ബ്രാൻഡും പിന്നെ ബ്ലോപങ്ത്, ഇങ്ങനത്തതൊക്കെ തേർഡ് പാർട്ടി ആൾക്കാർക്ക് കൊടുത്തിട്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രാൻഡ് ലൈസൻസ് കൊടുത്തിട്ട് അവരാണ് ആ ടി വികൾ ഉണ്ടാക്കി ഇപ്പോൾ മാർക്കറ്റിൽ വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബ്രാൻഡുകൾക്ക് പോകാതെ ഡയറക്റ്റായിട്ട് ടി വി ഇത് ചെയ്യുന്ന ബ്രാൻഡ്സുകൾ മാത്രം വാങ്ങാനാണ് എൻ്റെ ഒരു സജഷൻ. നമ്മൾ ടി വികളും ഈ കമ്പാരിസണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫീച്ചേഴ്സും കമ്പയർ ചെയ്തിട്ട് ഒരു 25 പാരാമീറ്റേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മാക്സിമം ഇത് ഓരോ ടി വിൻ്റെയും ഫീച്ചേഴ്സ് എടുത്തിട്ട് ഓരോ റേഞ്ചിലും 10, 12, 20 ടി വികളൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ അനാലിസിസ് ചെയ്യാൻ ഉപയോഗിച്ച ഈ എക്സൽ ഷീറ്റിൽ അതെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 ആഴ്ചത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ ടി വി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടി വിനായിട്ട് വേണമെങ്കിൽ ആ ഫീച്ചേഴ്സൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു റിസർച്ച്. കുറേ സമയം ലാഭിക്കാം. അപ്പം ഞാൻ എന്തായാലും ഇത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യാം. നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് അത്ര അധികം അധ്വാനം ഉണ്ടായിരുന്നു ഇത് എഫേർട്ട് ഇടാൻ. അപ്പോൾ നിങ്ങൾ ഈ എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിസ്ക്രിപ്ഷനിൽ ബൈ മീ എ കോഫി ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഏറ്റവും ബഡ്ജറ്റായിട്ട് എല്ലാവരും മേടിക്കാൻ നോക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണല്ലോ 32 to 40 ഇഞ്ച് ടി വി. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ നമ്മളിന്ന് കുറച്ച് ടി വികൾ ആണ് നോക്കിയിട്ടുള്ളത്. ഒരു ഏകദേശം 8-9 ടി വികൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ 32 ഇഞ്ച് ടി വിയിൽ നമ്മളൊരു 8 ടി വികൾ കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 40 ഇഞ്ചിൽ ഒരു ടി വി ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഈ പറയുന്ന എല്ലാ ടി വിൻ്റെയും ലിങ്കും ഡിസ്ക്രിപ്ഷനും പേരുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടുന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് സാവധാനം നോക്കാം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഫസ്റ്റ് ടി വി TCL L4B32, പിന്നെ റെഡ്മി സ്മാർട്ട് ഫയർ TV 32, പിന്നെ ഷയോമി സ്മാർട്ട് TV A32, TCL Full HD S5500 AF ആൻഡ്രോയിഡ് TV, പിന്നെ ഹൈസെൻസിൻ്റെ A4G വിവിഡ് TV, TCLൻ്റെ FHD S5500 ഗൂഗിൾ TV, പിന്നെ LGൻ്റെ LQ643, സോണി ബ്രാവിയ 32 ഇഞ്ച്,
പിന്നെ 40 ഇഞ്ചിൽ TCLൻ്റെ ഫുൾ HD L4B40. ഇത്രയും ടി വികളാണ് നമ്മൾ ഈ ഒരു 32 to 40 സൈസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സൽ ഷീറ്റിൽ ഈ ഫുൾ പ്രൈസ് റേഞ്ചിലെ എല്ലാ ടി വിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അധിക ടി വികളും വെറും HD റെസൊല്യൂഷനിലുള്ള ടി വികളാണ്. അതിൽ വളരെ കുറച്ച് ടി വികൾ മാത്രമേ ഫുൾ HD നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഫുൾ HD ആണ് എല്ലാ ഇതിലും OTT സ്ട്രീമിംഗ് ആപ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സാധാ ന്യൂസ് ചാനലുകൾ എടുത്താലും എല്ലാം ഫുൾ HD റെസൊല്യൂഷനിൽ നമുക്കിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനും താഴെയുള്ള HD റെസൊല്യൂഷനിലേക്ക് പോകാതിരിക്കുക. കാരണം ഇപ്പോൾ ഓൾറെഡി 4K ഒക്കെ വളരെ കോമൺ ആയി തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 32 ഇഞ്ചിൽ നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിന് നിങ്ങൾക്ക് ഫുൾ HD കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി ഫുൾ HD FHD റെസൊല്യൂഷനുള്ള ടി വികൾ തന്നെ പോകുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 32 ഇഞ്ചിൽ കുറേ HD ടി വികളുണ്ട്, അത് എടുക്കാതെ ഫുൾ HD ടി വിക്ക് തന്നെ പോകുക. അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തെ റാങ്ക് നമ്മൾ കൊടുക്കുന്നത് TCLൻ്റെ S5500 ഗൂഗിൾ ടി വിക്കാണ്. ഈ ലിസ്റ്റിൽ ഓൺലി ഗൂഗിൾ ടി വി വിത്ത് ഫുൾ HD റെസൊല്യൂഷനാണ്. ഇത് 2024 പുതിയ മോഡലാണ്. HDRും HLG ഉണ്ട്. പിന്നെ സ്റ്റോറേജ് 16 GB ഉണ്ട്. പിന്നെ കോൺട്രാസ്റ്റ് റേഷ്യോ കുഴപ്പമില്ല. സ്പീക്കേഴ്സ് ഒരു 24 വാട്ട് ഉണ്ട്. ബാക്കിയുള്ള ഈ റേഞ്ചിലുള്ള ടി വിസൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 16 വാട്ടും 20 വാട്ടൊക്കെയാണ് സ്പീക്കേഴ്സ്. അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 24 വാട്ട് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ല സൗണ്ടും ആയിരിക്കും. ഈ എല്ലാ ഫീച്ചേഴ്സും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ TCLൻ്റെ ഈ ഗൂഗിൾ ടി വി തന്നെയാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് നല്ലൊരു ടി വി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിനിപ്പം 15,000 റുപ്പീസാണ്. വളരെ നല്ല ഒരു വാല്യൂ ഫോർ മണി ടി വി ആണ്. ഇതാണ് ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ ഇനി രണ്ടാം സ്ഥാനത്ത് TCLൻ്റെ തന്നെ S5500ൻ്റെ ആൻഡ്രോയിഡ് വേർഷനുള്ള ടി വി ആണ്. ഈ ടി വിയും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പ്ലേസിലുള്ള ടി വിൻ്റെ അതേ എല്ലാ നല്ല ഫീച്ചേഴ്സും ഉണ്ട്. ഫുൾ HD ആണ്, HDR ഉണ്ട്. പക്ഷേ ഇത് ആൻഡ്രോയിഡ് ടി വിയാണ്, ഗൂഗിൾ ടി വി അല്ല. സ്റ്റോറേജ് മറ്റേതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പകുതിയുള്ളൂ. അതായത് 8 GB സ്റ്റോറേജ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പൈസക്ക്, അതായത് ഏകദേശം 13,000 റുപ്പീസിന് ഇത് നല്ലൊരു ടി വി തന്നെയാണ്. ഈ ടി വിയും ആദ്യത്തെ ഫസ്റ്റ് സ്ഥാനത്തുള്ള ടി വിയും തമ്മിൽ ഏകദേശം ഒരു 2,000 റുപ്യൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഗൂഗിൾ ടി വിയും കിട്ടും, സ്റ്റോറേജും കൂടുതൽ കിട്ടും, എല്ലാ ഫീച്ചേഴ്സും കിട്ടും. അപ്പോൾ അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ ടി വിനേക്കാളും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ 2,000 കൂടെ കൂട്ടി 15,000 ആ ടി വി പോകുക. പിന്നെ നമ്മൾ തേർഡ് റാങ്കിങ് കൊടുക്കുന്നത് മൂന്നാം സ്ഥാനം 40 ഇഞ്ച് സൈസുള്ള TCLൻ്റെ FHD L4B40 ടി വിക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 32 ഇഞ്ചിനേക്കാളും വലിയൊരു സ്ക്രീൻ സൈസ് വേണം, പക്ഷേ ബഡ്ജറ്റ് ഒരു 15 മുതൽ 16,000 രൂപയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 43 ഇഞ്ചിലേക്ക് ഒരു 20,000ലേക്ക് കടക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സെനാറിയോ ആണെങ്കിൽ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ടി വിയാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് 40 ഇഞ്ച് വലിയൊരു സ്ക്രീനും കിട്ടും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കോൺട്രാസ്റ്റ് റേഷ്യോ ബെറ്ററാണ്, HDR ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ആൻഡ്രോയിഡ് ടി വി ആണ്. ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്കൊരു 15,000 to 16,000 റുപ്പീസ് നിങ്ങൾക്ക് 40 ഇഞ്ച് സൈസുള്ള ഒരു ടി വി ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ആകെയുള്ള ഒരു നെഗറ്റീവ്സ് പറയാൻ 8 GB ആണ് സ്റ്റോറേജ്, പിന്നെ ഒരു USB പോർട്ടാണ് ഉള്ളത്. പിന്നെ സ്പീക്കറും കുറച്ച് കുറവാണ്, 19 വാട്ട്സ് സ്പീക്കറേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കൊരു 40 ഇഞ്ച് വരെയുള്ള ടി വി. സാംസങ്ങിനും സോണിക്കും LGക്കും പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വളരെ ചെറിയ പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് അവർക്ക് ഇതിൽ പ്രോഫിറ്റബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ ഒരു നല്ലൊരു മോഡൽ നമുക്കിതിൽ കാണാനില്ല ഈ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ LGൻ്റെ ഒരു മോഡൽ ഉണ്ട്. അത് 2023 WebOS മോഡലാണ്. HD റെസൊല്യൂഷനാണ്, ഫുൾ HD അല്ല. കോൺട്രാസ്റ്റ് റേഷ്യോ അത്ര നമ്മളിപ്പോൾ പറഞ്ഞ ടി വികളുടെ അത്ര പോരാ. 16 വാട്ട് വളരെ ഇത് വോളിയം കുറഞ്ഞ സ്പീക്കേഴ്സ് ആയിരിക്കും. പക്ഷേ 3 HDMI 2 USB പോർട്ടുള്ള ടി വിയാണ്. LQ643 ആണ് മോഡൽ നമ്പർ, 32 ഇഞ്ച് സൈസുള്ള. അപ്പോൾ നിങ്ങൾക്ക് LG സർവീസ് ബാക്കിയുള്ള ബ്രാൻഡ്സിനൊന്നും സർവീസ് പേടിയാണെങ്കിൽ LG ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ഒരു ടി വി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഈ ഒരു 32 ഇഞ്ച് റേഞ്ചിൽ. അപ്പോൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പൊസിഷനിൽ TCLൻ്റെ ഫുൾ HD S5500 ഗൂഗിൾ ടി വിയും, സെക്കൻഡ് പൊസിഷനിൽ TCLൻ്റെ ഫുൾ HD S5500 AF ആൻഡ്രോയിഡ് ടി വിയും, പിന്നെ മൂന്നാമത്തെ TCL ഫുൾ HD L4B40 വേർഷനുമാണ്, 40 ഇഞ്ചുമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വിന്നറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. TCL നല്ല വാല്യൂ ഫോർ മണി എല്ലാ ഫീച്ചേഴ്സും കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെയാണ് ഈ 32 ഇഞ്ച് to 40 ഇഞ്ച് സൈസിൽ TCL തന്നെ ഒരു ക്ലിയർ വിന്നറായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് 43 ഇഞ്ച് ടി വിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുന്നത് 20,000 to 30,000 പിന്നെ 31,000 to 60,000 റുപ്പീസും. ഈ രണ്ടൊരു സെഗ്മെൻറ്റിലാണ് 43 ഇഞ്ച് ടി വി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ
ടോട്ടലായിട്ട് നമ്മളൊരു 23 ടി വി മോഡൽസാണ് ഈ ഇത്രയും പ്രൈസ് റേഞ്ചിൽ 43 ഇഞ്ച് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 20 to 30,000 അല്ലെങ്കിൽ 20,000 മുതൽ 30,000 രൂപ വരെയുള്ള 43 ഇഞ്ച് കമ്പയർ ചെയ്യാം. 12 മോഡൽസാണ് നമ്മൾ ആക്ച്വലി എടുത്തിട്ടുള്ളത്. ആ മോഡൽസാണ് ഷയോമി സ്മാർട്ട് ടി വി A43 2024, റെഡ്മി സ്മാർട്ട് ഫയർ ടി വി 4K, TCL V6B43, ഹൈസെൻസിൻ്റെ E6N, ഹൈസെൻസിൻ്റെ തന്നെ A6K, ഷയോമി സ്മാർട്ട് ടി വി X43, TCLൻ്റെ QLED Pro ടി വി 661B, ഹൈസെൻസിൻ്റെ E7K, E68N, A65N, പിന്നെ ഷയോമീൻ്റെ ടി വി എക്സ് സീരീസ് 2024 പിന്നെ ഹൈസെൻസിൻ്റെ U6K. അപ്പോൾ ഇത്രയും 12 ടി വികളാണ് നമ്മൾ 20 to 30,000 നോക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ നമുക്കൊരു ചെറിയൊരു റീക്യാപ്പ് എടുക്കാം. അപ്പോൾ ഏറ്റവും നല്ല ഡിസ്പ്ലേ OLED ടി വിൻ്റെതാണ്, അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതിന് താഴെ QLED മിനി LED ടി വിസ് ആണ്. അതിനും താഴെയാണ് QLED അല്ലെങ്കിൽ QNED അല്ലെങ്കിൽ നാനോ സെൽ ടി വിസ് വരുന്നത്. അതിന് ഏറ്റവും താഴെ ബേസിക് ആയിട്ടുള്ള LED നോർമൽ LED ടി വികൾ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ടെക്നോളജിനെ പറ്റി അറിയണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കമ്പയർ ചെയ്യുന്ന 12 ടി വികളിലും ഹാഫ് ഓഫ് ദ ടി വിസ് അല്ലെങ്കിൽ പകുതി ടി വികളും ആക്ച്വലി നോർമൽ LEDകളാണ്. പക്ഷേ നല്ലൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ബാക്കി പകുതി ആക്ച്വലി QLED ടി വികൾ ഉണ്ട് ഇതിൽ. അപ്പോൾ ആ ഒരു റേഞ്ച് ഒരു QLED ടി വികൾ അറൗണ്ട് 25,000 25,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റ് മുതൽ എല്ലാം 4K ടി വി അല്ലെങ്കിൽ അൾട്രാ HD ടി വിസ് നമുക്ക് കിട്ടുകയാണ്. പക്ഷേ ഇതിലാകെ ഒരു മോഡൽ മാത്രമേ അതിനൊരു അപവാദമുള്ളൂ. നമ്മുടെ ഷയോമിയുടെ സ്മാർട്ട് ടി വി ആദ്യത്തെ മോഡൽ നമ്മൾ പറഞ്ഞ് A43. അപ്പോൾ അത് ആക്ച്വലി നിങ്ങൾ വാങ്ങരുത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K ടി വി കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഫുൾ HD വാങ്ങാൻ പോകുന്നത്. പിന്നുള്ളത് ഇതിൽ പകുതിയും 2024 ഈ കൊല്ലം ഇറങ്ങിയ മോഡൽസാണ്. ബാക്കി പകുതി 2023 കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ മോഡൽസാണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം 2024 ലേറ്റസ്റ്റ് മോഡൽസ് എടുക്കണം, പിന്നെ നല്ല ഫീച്ചേഴ്സ് ഉള്ള ടി വിസ് ആയിരിക്കണം. അപ്പം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും അധികം മെജോറിറ്റി ഗൂഗിൾ ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ വരുന്നതാണ്. പിന്നെ ഒരെണ്ണം മാത്രമേ ഹൈസെൻസിൻ്റെ വിഡ OSഉം പിന്നെ ഒരെണ്ണം മാത്രമേ ഫയർ ടി വി OSഉം വരുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഈ ടി വി OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി അറിയണമെങ്കിൽ അതും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ലിങ്ക് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മളൊരു 25 പാരാമീറ്റേഴ്സ്, അതായത് സ്ക്രീൻ സൈസ്, പ്രൈസ്, ബ്രാൻഡ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മോഡലിൻ്റെ വർഷം, പിന്നെ ഡിസ്പ്ലേ ടെക്നോളജി, റെസൊല്യൂഷൻ, ബ്രൈറ്റ്നസ്, റിഫ്രഷ് റേറ്റ്, റെസ്പോൺസ് ടൈമിംഗ്, കോൺട്രാസ്റ്റ് റേഷ്യോ, ഡോൾബി വിഷൻ ഉണ്ടോ, HDR, HDR+, HLG, സ്പീക്കറിൻ്റെ വാട്ട്സ്, എത്ര HDMI പോർട്ടുണ്ട്, എത്ര USB പോർട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ അനാലിസിസ് ഈ എക്സലിൽ ചെയ്തിട്ടാണ് ഈ എല്ലാം കമ്പയർ ചെയ്ത് ഈ ടി വിസൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് റാങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ അനാലിസിസ് കൂടെ പോവുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മളിപ്പോൾ നോക്കുന്ന 20 to 30 ഹൈസെൻസിൻ്റെ E68N എന്ന് പറഞ്ഞ മോഡലാണ് ഫസ്റ്റ് പ്ലേസിൽ വരുന്നത്. ഇത് ആക്ച്വലി ഒരു QLED 4K ടി വിയാണ്. 2024 മോഡലാണ്. ഡോൾബി വിഷൻ ഉണ്ട് ഇതിൽ, HDR10 ഉണ്ട്, HDR10+ ഉണ്ട്, HLG ഉണ്ട്, 24 വാട്ട് സ്പീക്കർ ഉണ്ട്, 16 GB സ്റ്റോറേജും അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു 29,000 റുപ്പീസിന് ഇതൊരു നല്ല ഒരു വാല്യൂ ഫോർ മണി മോഡൽ തന്നെയാണ്. 2 HDMI 2 USB പോർട്ടും ഈ മോഡലിലുണ്ട്. ഇനി രണ്ടാം സ്ഥാനത്ത് TCL QLED Pro TV C61B എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു QLED ടി വി തന്നെയാണ്. ഒന്നാം സ്ഥാനത്തുള്ള ടി വിൻ്റെ എല്ലാ നല്ല ഫീച്ചേഴ്സും ഇതിലുണ്ട്. പക്ഷേ HDR10+ ഇല്ല, ഒരു USB പോർട്ടും മാത്രമാണ് ഉള്ളത്. ഇന്നത്തെ ആവശ്യത്തിന് ഈ ഒരു USB പോർട്ടൊക്കെ മതി. ഇത് എന്തായാലും 2024 മോഡലാണ്. 30 വാട്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിൽ ആക്ച്വലി ഓംക്യുണ്ട് 2.1 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ 0.1 എന്ന് പറഞ്ഞാൽ ചെറിയൊരു സബ് വൂഫറും കൂടെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സൗണ്ട് കുറച്ച് ബെറ്റർ ആയിരിക്കുക ഈ ഒരു മോഡലിലായിരിക്കും. പിന്നെ 28,000-ന് ഇത് ആക്ച്വലി നല്ലൊരു ഡീല് തന്നെയാണ് ഈ ടി വി. പിന്നെ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ടി വിയാണ് ഹൈസെൻസിൻ്റെ തന്നെ A65N എന്ന് പറഞ്ഞ മോഡലും പിന്നെ ഷയോമിയുടെ പുതിയ 2024 X സീരീസ് ടി വി. അങ്ങനെ 2 മോഡൽ വളരെ ക്ലോസ് ആയിട്ട് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് നല്ലൊരു കോമ്പറ്റീഷൻ തോന്നിയത് കൊണ്ടാണ് ആ 2 ടി വിയും മൂന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ടി വിയും QLED ടി വിയാണ്. പിന്നെ ഡിസ്പ്ലേയിൽ ഡോൾബി വിഷൻ ഉണ്ട്. ഷയോമി മോഡലിൽ 30 വാട്ട് സ്പീക്കറാണ്. പക്ഷേ 8 GB സ്റ്റോറേജ് ആണ് നമ്മൾ ഹൈസെൻസിൻ്റെ 16 GB നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. 29,000 രൂപയാണ് രണ്ടിനും. ആ റേറ്റിന് ഈ 2 ടി വിയും നല്ലൊരു ചോയ്സ് തന്നെയാണ്.
അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ 43 ഇഞ്ച് 20,000 മുതൽ 30,000 റേഞ്ചിൽ ഉള്ളത് ഫസ്റ്റ് പൊസിഷനിൽ ഹൈസെൻസിൻ്റെ E68N, രണ്ടാമത്തെ പൊസിഷനിൽ TCLൻ്റെ QLED Pro C61B, മൂന്നാമത്തെ പ്ലേസിൽ ഹൈസെൻസിൻ്റെ A65N മോഡലും ഷയോമീൻ്റെ പുതിയ 2024 X സീരീസ് TVയും ആണ്. ഇനി നമുക്ക് 43 ഇഞ്ചിൽ തന്നെ കുറച്ചും കൂടി മുകളിലെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക്, പ്രൈസ് സെഗ്മെൻറ്റിലേക്ക് പോകാം. അതായത് 31,000 to 60,000 റുപ്പീസ് മോഡലിൽ 11 മോഡൽസാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേത് LGയുടെ 43 UR7500 4K TV, ഷയോമി സ്മാർട്ട് TV X Pro 43, TCL QLED TV C65543, പിന്നെ സാംസങ്ങിൻ്റെ D സീരീസ് ക്രിസ്റ്റൽ വിവിഡ്, ഷയോമി സ്മാർട്ട് TV X Pro QLED 43, LGയുടെ 43 UR8020, LGയുടെ 43 UT8040 പിന്നെ സോണിയുടെ ബ്രാവിയ 43, പിന്നെ LGയുടെ നാനോസെൽ നാനോ 77 SRA, സോണി ബ്രാവിയ 2 സീരീസിൻ്റെ S20 മോഡലും S25ഉം, പിന്നെ LGയുടെ QNED 82T. ഇത്രയും 11 മോഡലുകളാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഹയർ പ്രൈസ് റേഞ്ചായ 31 to 60,000 റുപ്പീസിൽ 43 ഇഞ്ചിൽ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 35,000 രൂപയ്ക്ക് താഴെ ഒരു ബ്രാൻഡും നമുക്ക് QLED തരുന്നില്ല. വലിയ ബ്രാൻഡുകൾ, അതായത് എല്ലാം നോർമൽ LED തരുന്നത്. LG ആയാലും സാംസങ് ആയാലും സോണി ആയാലും. LGൻ്റെ QLED റേഞ്ച് ആക്ച്വലി 40 to 60 ഇടയിൽ തരുന്നുണ്ട്. പക്ഷേ സോണിയും സാംസങ്ങും QLED ആ ഒരു റേഞ്ചിൽ തരുന്നേ ഇല്ല, 60 താഴെ വരെ. അപ്പോൾ നമ്മൾ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് TCLൻ്റെ QLED C655 TV ആണ് 43 ഇഞ്ച്. പിന്നെ 30,000 മുതൽ 60,000 രൂപ നോക്കിയാൽ ഇത് നല്ലൊരു വാല്യൂ ഫോർ മണി മോഡൽ തന്നെയാണ്. ഇതിൽ QLED TV പാനലാണ്, ഗൂഗിൾ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്, HLG ഉണ്ട്, HDR10+ ഉണ്ട്, ഓങ്കിയോൻ്റെ 2.1 സ്പീക്കേഴ്സ് ഉണ്ട്, 32 GB സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 33,000 ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി നല്ലൊരു ഡീൽ തന്നെയാണ്. ഇനി രണ്ടാമത്തെ സ്ഥാനത്ത് ഷയോമിൻ്റെ സ്മാർട്ട് TV X Pro QLED 43 ഇഞ്ചാണ്. അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ QLED ഉണ്ട്, പിന്നെ ഗൂഗിൾ TV ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്, HDR10+ HLG ഉണ്ട്, ഓങ്കിയോ 2.1 സ്പീക്കേഴ്സും ഉണ്ട്. ഇപ്പോൾ TCLനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 16 GB സ്റ്റോറേജ് ആണ്, മറ്റതിൽ 32 ആണ്. പിന്നെ 30 വാട്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ഇതും നല്ല ഒരു ചോയ്സ് ആണ് ആക്ച്വലി. 35,000 രൂപയ്ക്ക് 2,000 രൂപ ലാഭിച്ച് TCL എടുക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം TCLന് വില കുറവാണ്, അത് തന്നെയാണ് ഒന്നാം സ്ഥാനത്തും ഉള്ളത്. പിന്നെ മൂന്നാം സ്ഥാനത്ത് LG ആണ്. LGൻ്റെ നാനോസെൽ നാനോ 77 SRA എന്ന് പറഞ്ഞ മോഡൽ, അതൊരു നാനോസെൽ TV ആണ്. അപ്പോൾ നാനോസെൽ എന്ന് പറയുന്നത് QLEDൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ LG വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നല്ല എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ 40,000 റുപ്പീസിന് ഇത് തന്നെയാണ് നല്ലൊരു LGൻ്റെ മോഡലുള്ളത്. ആകെയുള്ള പോരായ്മ ഡോൾബി വിഷൻ ഇല്ല. അതുകൊണ്ടും പിന്നെ ഈ പ്രൈസ് കുറച്ച് കൂടുതലായതുകൊണ്ടുമാണ് ഇതൊരു മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് പോയിരിക്കുന്നത്. അപ്പോൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 31,000 to 60,000 റേഞ്ചിൽ 43 ഇഞ്ച് TVയിൽ ഒന്നാം സ്ഥാനത്ത് TCLൻ്റെ QLED TV C65543, പിന്നെ രണ്ടാം സ്ഥാനത്ത് ഷയോമിൻ്റെ സ്മാർട്ട് TV X Pro QLED 43, പിന്നെ മൂന്നാം സ്ഥാനത്ത് LGൻ്റെ നാനോസെൽ നാനോ 77 SRA. ഇതാണ് ഈ ഒരു 43 റേഞ്ചിലുള്ള എല്ലാ TVകളും. ഇനി കുറച്ചും കൂടെ ബെറ്റർ ഡിസ്പ്ലേ ടെക്നോളജി വേണമെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈസ ഷെൽ ഔട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ 56,000 റുപ്പീസിന് LGൻ്റെ ഡോൾബി വിഷനുള്ള QNED ഡിസ്പ്ലേ TV ഉണ്ട്. അപ്പോൾ QNED കുറച്ചും കൂടെ നല്ലൊരു QLED ടെക്നോളജിയാണ്. അപ്പോൾ LGൻ്റെ QNED 82T മോഡലാണ് ഇത്. പിന്നെ അതിലും നല്ലൊരു ഡിസ്പ്ലേ ടെക്നോളജി നിങ്ങൾക്ക് OLED TV ഈ ഒരു സൈസിൽ വേണമെങ്കിൽ 42 ഇഞ്ചിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2024 C4 മോഡൽ 95,000 LGൻ്റെ TV കിട്ടും. പിന്നെ 48 ഇഞ്ച് കുറച്ചും കൂടെ വലുപ്പത്തിൽ 48 ഇഞ്ചിൽ ഈ OLED വേണമെങ്കിൽ C4 മോഡൽ തന്നെ 1,00,000 രൂപയാവും. പിന്നുള്ളത് 48 ഇഞ്ചിൽ ഓൺലൈൻ മോഡലും LGൻ്റെ A സീരീസ് എന്നുള്ളൊരു മോഡൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട്, A3. അതിന് ഏകദേശം ഒരു 84,000 നിങ്ങൾക്ക് OLED TV സ്റ്റാർട്ടിങ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ LG, സാംസങ്, സോണി അങ്ങനത്തെ അല്ലാത്ത ബ്രാൻഡുകൾക്ക് പോവുകയാണെങ്കിൽ ചോയ്സസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു 30,000 റുപ്പീസിന് മുകളിലേക്ക് നമ്മൾ 43 ഇഞ്ച് നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, TCL, ഹൈസെൻസി, ഷയോമി ഇങ്ങനത്തെ ബ്രാൻഡുകളിൽ നമുക്ക് ആക്ച്വലി 50 or 55 ഇഞ്ച് സൈസ് വരെ കിട്ടാൻ തുടങ്ങും. ഇപ്പോൾ LGക്ക് തന്നെ ഒരു നോർമൽ LED മോഡൽ ഒരു 40,000 to 50,000 40,000
ഉണ്ട്, അതായത് 50 ഇഞ്ച് സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി അതും കൂടെ കമ്പയർ ചെയ്യണം. അതാണ് ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ട് ഈ വീഡിയോൻ്റെ നോക്കാൻ പോകുന്നത്. അതായത് 50, 55, 65 ഇഞ്ച് ടി വികൾ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു 32 ഇഞ്ചും 40, 43 ഇഞ്ച് വരെ നമ്മൾ നോക്കിയതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ 50, 55, 65 ഇഞ്ചൊക്കെ നോക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് മോഡൽസിൻ്റെയൊക്കെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഓഫറും ഡീലും പിന്നെ ഓഫ്ലൈൻ ഷോപ്പുകളിൽ നിങ്ങൾ പോയി അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ കുറവും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ബൈ മീ കോഫി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോൺ.